അങ്ങനെ മധ്യ കേരളത്തെ കയ്യിലെടുക്കുവാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കുവാനുള്ള എല്ലാ സ്ട്രാറ്റജികളും സാബു ജേക്കബ് എന്ന് പറയുന്ന കിറ്റക്സിൻ്റെ ചെയർമാൻ കൂടി CEO കൂടി വന്നപ്പോൾ NDAയുടെ മധ്യ കേരളത്തിലെ ഊർജം ഇരട്ടിയായിരിക്കുകയാണ്. ഇതിനെ ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി മധുരത്തിൻ്റെ മേൽ, പാൽപ്പായസത്തിൻ്റെ മേൽ, പിന്നെ ലഡു കൂടി, അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്ന മധുരത്തിൻ്റെ മേൽ മധുരത്തിനുമായി, ഇരട്ടി മധുരത്തിനായി മാർച്ച് മാസം 6-ാം തീയതി NDAയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് BJP അലയൻസിൻ്റെ പ്രകടന പത്രിക, മാനിഫെസ്റ്റോ ഇറക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി ആദ്യമേ തന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നതിന് വേണ്ടി, മാർച്ച് 6-ന് മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നതിന് വേണ്ടി സാക്ഷാൽ നരേന്ദ്രമോദി കൊച്ചിയിൽ വരികയാണ്. കൊച്ചിയിൽ വരുന്ന നരേന്ദ്രമോദി മാനിഫെസ്റ്റോ മാത്രമല്ല ഇറക്കുന്നത്. ഇന്നലെ കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ന്യൂനപക്ഷ ഭാഗത്ത് നിൽക്കുന്ന മന്ത്രി സീറോ മലബാർ സഭയുമായി ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ വരുന്ന മോദി എറണാകുളത്ത് ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുമായും ചർച്ച വച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയം വീണ്ടും തിരിയുകയാണ്, പല രൂപത്തിൽ മറിയുകയാണ്. നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യനിര കേരളത്തിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം UDFൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളും, ഇപ്പുറത്ത് മുട്ടിന് ലവ് ജിഹാദ് അടക്കമുള്ള ബീഫ് ഫെസ്റ്റും അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടില്ലാത്ത CPMൻ്റെയും ഭരണമുന്നണിയുടെയും ഇടപാടുകളും കൂടി ആകുമ്പോൾ വളരെ കൃത്യമായി മധ്യ തിരുവിതാംകൂറിൽ, അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് നടുക്കുള്ള കേരളത്തിൽ, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ കോട്ടയം തുടങ്ങിയ, ആലപ്പുഴ, അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ ഇടുക്കി എന്നൊക്കെ പറയുന്ന ഒരു മധ്യപ്രദേശമുണ്ടല്ലോ, ഒരു 6-7 4-5 ജില്ലകളുണ്ട്. ആ ജില്ലകളിലെ വലിയ രൂപത്തിലാണ് BJPക്ക് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി വരുന്നത്. മാത്രമല്ല, നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, റബ്ബർ കർഷകരുടെ ഇടയിലും മറ്റ് കർഷകരുടെ ഇടയിലുമൊക്കെ വലിയ സ്വാധീനമുള്ള നാഷണൽ ഫാർമേഴ്സ് പാർട്ടി NDAയിൽ ചേർന്നിട്ടുണ്ട്. ഇടുക്കിയിൽ എസ് രാജേന്ദ്രൻ നേതൃത്വത്തിൽ ഇടുക്കിയിൽ വലിയൊരു വിഭാഗം NDAയിൽ BJPയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ BJP വളരെ കൃത്യമായ രാഷ്ട്രീയ ഇറങ്ങിക്കളിക്കൽ പരിപാടി തന്നെ ചെയ്തിരിക്കുകയാണ്. കളത്തിലിറങ്ങി കളിക്കുകയാണ്. തിരുവനന്തപുരത്ത് നേമത്ത് കഴിഞ്ഞ ദിവസം ചുവരെഴുതിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ചുവെങ്കിൽ, മാർച്ച് 6-ന് വളരെ നേരത്തെ തന്നെ ഏറ്റവും ആദ്യം മാനിഫെസ്റ്റോ പുറത്തിറക്കാൻ വേണ്ടി, വികസിത കേരളത്തിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കാൻ നരേന്ദ്രമോദി കൊച്ചിയിൽ വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മതമേലധ്യക്ഷന്മാരെ കൂടി കണ്ട് അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും വോട്ടുമൊക്കെ നോക്കുന്നതിനും കാണുന്നതിനും ഉറപ്പാക്കുന്നതിനുമൊക്കെയാണ് വരുന്നത്. ആവലാതികളും പ്രശ്നങ്ങളും കേൾക്കുക, അതിന് പരിഹാരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ ഒരു സന്ദേശം അവർക്ക് വോട്ടിൻ്റെ രൂപത്തിൽ ഇങ്ങോട്ട് വാങ്ങുകയും അങ്ങോട്ട് സഹായിക്കുകയും ചെയ്യുക. വളരെ കൃത്യമായ ഒരു പോളറൈസേഷൻ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് നാം കാണാതിരുന്നു കൂടാ. ഒരു വശത്ത് SNDPയും NSSും ഒക്കെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഗവൺമെൻറ്റിന് പറ്റിയ തെറ്റിൽ വെട്ടിലായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. ഇപ്പോൾ എന്ത് പറയണമെന്നറിയാതെ വാതുറക്കാൻ കഴിയാതിരിക്കുകയാണ് NSSൻ്റെ പോപ്പായിട്ടുള്ള സുകുമാരൻ നായർക്കും SNDP പോപ്പായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും. അല്ലെങ്കിൽ പിണറായിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് വളരെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതും ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ ഒരു പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിഷേധവും ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, സീറോ മലബാർ, മലങ്കര തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതിനും അതിനെ NDAയുടെ കൂടെ നിർത്തുന്നതിനും വേണ്ടി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുന്നു എന്നുള്ള വാർത്ത ബ്രേക്കിംഗ് ആയിട്ട് ഇന്നലെ രാത്രി മുതൽ വന്നിട്ടുണ്ട്. എന്തായാലും 6-ാം തീയതി അവിടെ വരുന്നുവെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് എന്തായാലും മോദി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും അടക്കമുള്ള പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ തീർച്ചയായും തിരുവനന്തപുരത്തും, നേരത്തെ കാട്ടാക്കടയിൽ വന്നിരുന്നു, അതുപോലെ തിരുവനന്തപുരത്തും നരേന്ദ്രമോദി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മോദി മാർച്ച് കഴിഞ്ഞ് ഏപ്രിലോട്ട് അടുക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മോദി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും എറണാകുളത്ത് ഇപ്പോൾ മോദി വരുന്നു. വളരെ വലിയ ഒരു തയ്യാറെടുപ്പാണ് ഇപ്രാവശ്യം NDA നടത്തുന്നത്. എന്തായാലും ഭരണത്തിൽ വരില്ല എന്നുള്ളത്, ഭരണത്തിലൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും 6-7 സീറ്റ്, 8-10 സീറ്റുകൾ അവർ നോക്കി വച്ചിട്ടുണ്ട്. അതിനകത്ത് അവരുടെ കോൺസെൻട്രേഷൻ വരുന്നു.
30 മുതൽ 35 സീറ്റ് വരെ എ ക്ലാസ് മണ്ഡലമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിൽ അവരുടെ വലിയ നിരീക്ഷണവും ഉണ്ട്. ഇനി മറ്റൊരു രസകരമായ വാർത്ത കൂടെയുണ്ട്. ഈ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരും അവരെ ഏജന്റുമാരും ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി പഠിക്കുന്ന നന്നായിരിക്കും. കാരണം മറ്റ് സ്റ്റേറ്റുകളിലെ ബീഹാർ, ഛത്തീസ്ഗഡ് പോലുള്ള, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലെ നല്ല എം പിമാരെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓർഗനൈസേഷൻ സ്കില്ലുമുള്ള എം പിമാരെയും MLA-മാർക്കും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ചുമതല കൊടുക്കുകയാണ്. അപ്പോൾ അവരോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥികളെല്ലാം ഹിന്ദി പഠിക്കാൻ തുടങ്ങിയെന്നാണ് അറിയുന്നത്. അവർ അങ്ങനെ ഒരു 140 പേരെ കേരളത്തിൽ ഇറക്കുകയാണ്. വേറൊന്നിനുമല്ല, മണ്ഡലങ്ങൾ നിരീക്ഷിക്കാനും അവിടുത്തെ ഗ്രൂപ്പ് പ്രവർത്തനവും തരികിടയും തക്കട പരിപാടികളൊക്കെ കണ്ടുപിടിക്കാൻ 140 പേരെ MLA-മാർക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ചുമതല കൊടുക്കുന്നു, MP-മാർക്ക് ചുമതല കൊടുക്കുന്നു. എന്തായാലും ബംഗാൾ പോലെ തന്നെ, ബംഗാളിൽ എങ്ങനെയാണോ ഇപ്രാവശ്യം കേന്ദ്രം കാണുന്നത് അതിനേക്കാൾ ഒരു പടി മുന്നിൽ കേരളത്തിൽ കാണാൻ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോൺഫിഡൻസ് മോദിക്ക് കൊടുത്തിട്ടുണ്ട്. 12 വർഷങ്ങൾക്ക് എടുത്തു അഹമ്മദാബാദ് നഗരസഭയിൽ, മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം 12 വർഷം കൊണ്ടാണ് BJP അവിടെ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നത്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്ന് 26-ലാണ്. 10 വർഷം കൊടുക്കാൻ, 36 വരെ 10 വർഷം കൊടുക്കാൻ മോദി തയ്യാറാണ്. ഈ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു സംവിധാനത്തിലേക്ക് കേരളത്തെയും ഉയർത്തിയെടുക്കുക എന്നുള്ള വളരെ വലിയ ഒരു മിഷനുമായിട്ടാണ് ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒക്കെ BJPക്ക് വോട്ടുള്ളതുപോലെ തൊട്ടടുത്ത് ഗോവയിലും കർണാടകത്തിൽ പലവട്ടം വരികയും ഒക്കെ ചെയ്തിട്ടുള്ള BJPക്ക് കേരളത്തിൽ കൂടി അക്കൗണ്ട് തുറക്കാൻ, അത് മാന്യമായ അക്കൗണ്ട് തുറക്കാൻ, ഒരു മരുന്നിന് പോലെ അല്ലെങ്കിൽ ഒരു അമൃത് പോലെ ഒരു രാജഗോപാൽ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല. ഒരു 8-10 സീറ്റുകൾ ഇപ്രാവശ്യം എടുക്കുകയും അടുത്ത 2031 ആകുമ്പോൾ മുഖ്യ പ്രതിപക്ഷമാവുകയും 36 ആകുമ്പോൾ ഭരണകക്ഷിയാവുകയും ചെയ്യുക എന്നുള്ള വളരെ 10 വർഷത്തെ ദീർഘമായ പരിപാടികൾ ഇട്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് സഹായകമായ രീതിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് മോഡി വരുന്നു. NDAയുടെ പ്രകടന പത്രികയും മോഡി കൊച്ചിയിൽ പ്രകാശനം ചെയ്യുന്നതാണ് മാർച്ച് 6-ന്.